ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി. എഫ് ട്രേഡിങ്ങിൽ എല്ലാവരും കാശ് കളയുന്നു, അവർക്ക് നിയന്ത്രിക്കാനായിട്ട് ടാക്സ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് എഫ് നിയന്ത്രിക്കാൻ ഇറങ്ങിയ നിർമ്മല സീതാരാമൻജി നിയന്ത്രിക്കാൻ പോയത് യഥാർത്ഥത്തിൽ സ്വിംഗ് ട്രേഡിങ്, ലോങ് ടൈം ട്രേഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി എഫ് വലിയ കാര്യമായിട്ടുള്ള ടാക്സുകളൊന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, സ്വിംഗ് ട്രേഡിങ്ങിന്, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15% നിന്ന് 20% ആക്കുകയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്ന് 12.5%, 2.5% വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 1 ലക്ഷം രൂപ വരെ ക്യാപ്പ് ഉണ്ടായിരുന്നത് 25,000 രൂപയുടെ ക്യാപ്പ് വർദ്ധിപ്പിച്ച് 1,25,000 ആക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റോക്കുകൾ ലോങ് ടൈമിലോട്ടും ഷോർട്ട് ടൈമിലോട്ടും വാങ്ങുന്നവർക്ക് നല്ലൊരു പണി കിട്ടിയ അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡിങ്ങിലെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കുറയുകയും അവർ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്നാൽ FIAസിനും ഇതേ ടാക്സ് ബാധകമാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ പഴയൊരു ഇൻട്രസ്റ്റ് ഒരു പക്ഷേ കുറച്ച് നാളത്തേക്കെങ്കിലും കാണിക്കില്ല എന്നുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഹൈലി വാല്യുവേറ്റഡ് ആണ്, ഭയങ്കര മുകളിലാണ്. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടിയാലാണ് ഇനി FIAസിന് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നും തനി നിറം തന്നെ കാണിച്ചു. ആദ്യമേ ഒരു 3% സെല്ലിംഗ് ഫ്രം ടോപ്പിൽ നിന്ന് 2 ദിവസമായിട്ട് വന്ന മാർക്കറ്റ് ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ബൈയിങ് ആണ് സെക്കൻഡ് ഹാഫിൽ കാണാനായിട്ട് സാധിച്ച. മാർക്കറ്റ് എന്നെല്ലാം വീഴുന്നുണ്ടോ അന്നെല്ലാം അതേ ശക്തിയോടുകൂടി തിരിച്ച് കയറുന്നതാണ് നമുക്ക് റീസെൻറ്റ് ടൈമിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലേക്ക് ഇങ്ങനെ ഓടിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഏഞ്ചൽ ടാക്സാണ്. അത് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഏഞ്ചൽ ഫണ്ടിൻ്റെ ടാക്സ് എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ കൂടുതൽ ഇന്ത്യയിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ ടാക്സ് റിജീം വളരെ സിംപ്ലിഫൈ ആയിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 50,000 to 75,000 രൂപയുടെ വരെ ഒരു ഇൻക്രിമെൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരാൾക്ക് 17,500 രൂപയുടെ സേവിങ്സ് എക്സ്ട്രാ ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പാണ് ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈ പൈസ മ്യൂച്വൽ ഫണ്ടിലോട്ട് കൂടുതൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി എഫ് എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എഫ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലും SST എന്ന് പറയുന്ന നമ്മുടെ ടാക്സാണ് ഒരു ഇച്ചിരി കൂട്ടി വെച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിൽ അത് 0.0125% നിന്ന് 0.02%, ഓപ്ഷൻസിൽ അത് 0.0625% നിന്ന് 0.1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10,000 രൂപയ്ക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ 25 പൈസയാണ് ചാർജസ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 2 രൂപയായിട്ട് മാറും. നമ്മൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരുന്ന ചാർജ് 10,000 രൂപയ്ക്ക് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്താൽ നമുക്ക് വരുന്ന ചാർജ് 6 രൂപ 25 പൈസയാണെങ്കിൽ അത് 10 രൂപയായിട്ട് കൂടും. അത് ഏകദേശം ഒരു 40% ഒരു വർധനമാണ്. അത് ആക്ച്വലി വലിയ വർധനമാണ്. നമുക്ക് ഒരു 30% ടാക്സ് വരുന്നതിനേക്കാൾ ഒരു പക്ഷേ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കൂടുതൽ F&O ട്രേഡേഴ്സ് ലോസിൽ തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കാനായിട്ട് F&O ട്രേഡേഴ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സേവിങ്സ് അവർക്ക് ഈ ഒരു ടാക്സിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബഡ്ജറ്റിലോട്ട് നമ്മൾ 1 by 1 ആയിട്ട് പോകണമെങ്കിൽ അലോക്കേഷൻസിലോട്ട് നമുക്ക് പോകാം. അതാണല്ലോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 1 രൂപ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഡിഫൻസിന് തന്നെയാണ്. 4,54,773 കോടിയുടെ അലോക്കേഷൻ, അതായത് ടോട്ടൽ GDPയുടെ 8% അലോക്കേഷൻ നമ്മൾ ഡിഫൻസ് സെക്ടറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് ഏകദേശം 2,65,000 കോടി രൂപയുടെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് വരുന്നത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസാണ്. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഏകദേശം 1,51,000 രൂപയുടെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 4-ാം സ്ഥാനത്ത് ഹോം അഫയേഴ്സ് ആണ് വരുന്നത്. അത് 1,50,000. എഡ്യൂക്കേഷന് ഇത്തവണ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. 1,25,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്നത് IT-യും ടെലികോമുമാണ്. അതിനും അത്യാവശ്യം നല്ലൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഹെൽത്ത് വരുന്നത്. ഹെൽത്തിന് ശേഷം നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന എനർജി സെക്ടർ വരുന്നുണ്ട്. ഈ എനർജി സെക്ടറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. എനർജി സെക്ടറിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മൾക്കറിയാം പവർ പ്ലാന്റുകൾ നമ്മുടെ
രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. എനർജി സർപ്ലസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ പ്രൈവറ്റൈസേഷൻ ചെയ്തുകൊണ്ട്, അതായത് പുറത്തുനിന്നുള്ള കമ്പനികളുടെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മുടെ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പല വലിയ കമ്പനികളും ഇപ്പോൾ കോളും തെർമലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ കൊണ്ടുവരികയും അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുകയും ചെയ്യണം. നമ്മൾ തെർമലും അതുപോലെ തന്നെ കോളും പോലെയല്ല ആക്ച്വലി ന്യൂക്ലിയർ. അൺലിമിറ്റഡ് എനർജി കിട്ടും. അത് സെല്ല് ചെയ്തവർക്ക് വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടത് ഹൗസ് നീഡ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ചില വാട്ടർ റീട്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. സോളാറിലും ഗവൺമെൻറ് നമുക്കറിയാം സോളാർ ഓൾറെഡി അവർ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിവെക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ അവർ കൃത്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ടൂറിസം അവർ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വികസിത് ഭാരത് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നതിൽ കൂടുതൽ നമുക്ക് പവർ സെക്ടറിനെ കാണാൻ പറ്റും. അവിടെ പ്രൈവറ്റ് സെക്ടറിൽ ന്യൂക്ലിയർ എനർജിയുടെ പുതിയ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ സെക്ടറുകൾക്ക്, അതായത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികൾക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് എങ്കിൽ, ഭാരത് ചെറിയ ചെറിയ റിയാക്ടേഴ്സ് വെച്ച് പവർ പ്ലാന്റ്സ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്സ് ഉണ്ട് എങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആ കമ്പനികൾക്ക് നേടിക്കൊടുക്കും. എനിക്ക് തോന്നുന്നു സൈൻഡ് DLM പോലുള്ള ചില കമ്പനികളാണ് ഓൾറെഡി ഇതിലേക്കുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട്സും വയർ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി അത്തരത്തിലൊരു പ്രോജക്റ്റ് പ്ലാൻ ഉണ്ട് എന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ വർഷം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനീനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പലർക്കും R&D ചെയ്തിട്ടൊക്കെ വേണം അത്തരത്തിലുള്ള പവർ പ്ലാന്റ്സ് കൊണ്ടുവരാനായിട്ട്. സൈൻഡ് DLM എന്ന് പറയുന്ന ഈ കമ്പനീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ നമുക്ക് NTPCയും BHEലും ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഒരു 800 മെഗാവാൾട്ടിൻ്റെ കൊമേഴ്ഷ്യൽ പ്ലാന്റ് കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ സെക്ടർ കൃത്യമായിട്ട് ഗ്രോ ചെയ്താൽ മാത്രമാണ് രാജ്യം വളരുള്ളൂ എന്നുള്ളൊരു വലിയൊരു വിഷൻ അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മുദ്ര ലോൺസ് പോലുള്ള MSME ലോൺസും സ്മോൾ സ്കെയിൽ ലോൺസും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനുള്ള സെറ്റപ്സ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ചെറിയ ബാങ്കുകൾക്കും വലിയ ബാങ്കുകൾക്കും വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്നൊരു കാര്യമാണ്. അത് ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ലോൺസ് കൊടുക്കുന്നതിൽ നിന്ന് അത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളെ ഒരു MSME ലെവലിലോട്ടും അല്ലെങ്കിൽ വലിയ സ്കെയിലിലോട്ടും വളർത്താനായിട്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ എക്കണോമിനെ കൂടുതൽ ഗ്രോ ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ, അതുപോലെ തന്നെ പവർ സെക്ടർ, ഡിഫൻസ് സെക്ടർ, അതുപോലെ തന്നെ റെയിൽ ആൻഡ് റോഡ് സെക്ടർ, ഈ സെക്ടറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് അടുത്ത വർഷങ്ങളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കൊണ്ടുവന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബഡ്ജറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു നോർമൽ ബഡ്ജറ്റാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ബഡ്ജറ്റൊന്നുമില്ല. നമ്മുടെ ഡെപ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ഗ്രോത്ത് ഓറിയൻറ്റഡ് മാത്രമല്ല, ഡെപ്റ്റ് കുറയ്ക്കാനുള്ളൊരു ആശയം കൂടി നമ്മൾ ഈ തവണത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ബഡ്ജറ്റിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റ് ഗ്രോത്തും ഡെപ്റ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് കൂട്ടുകയും ഡെപ്റ്റ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്ലാനായിരിക്കും ഈ ബഡ്ജറ്റിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെക്റ്റ് ചെയ്ത ഒരു ബഡ്ജറ്റാണ് വന്നത്. എന്നാൽ മാർക്കറ്റിൽ അതിൻ്റേതായ സെൽ ഓഫ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അത് മീറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.